ബാക്ക് ടു PSC എഡ്യൂക്കേഷൻ സെൻറ്റർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്സിലെ ഫസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഫയർ എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. സോ ഫയർ, വാട്ട് ഇസ് മീൻ ബൈ ഫയർ? എന്താണ് ഫയർ എന്ന് പറഞ്ഞാൽ അഗ്നി അഥവാ ജ്വലനം. ജ്വലനശീലമുള്ള ഒരു വസ്തു എന്ത് ചെയ്യാണ്, അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി സംയോജിച്ച് അതിൻ്റെ താപവും പ്രകാശവും പുറത്തുവിടുന്ന രാസപ്രവർത്തനത്തെയാണ് അഗ്നി അഥവാ ജ്വലനം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ജ്വലനം എന്താണ്, ഒരു താപമോചക രാസപ്രവർത്തനമാണ് അഥവാ എക്സോതെർമിക് രാസപ്രവർത്തനമാണ് ഇത് ജ്വലനം എന്ന് പറയുന്നത്. ഓക്കെ, സോ അഗ്നി എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ റിയാക്ഷനാണ്. സോ ഈ ഒരു അഗ്നിയുടെ നിലനിൽപ്പ് എങ്ങനെയാണ്, ജ്വലന സ്വഭാവമുള്ള വസ്തുവിൻ്റെയും ഓക്സിജൻ്റെയും തുടർച്ചയായ ലഭ്യതയെ ആശ്രയിച്ചായിരിക്കും ഒരു അഗ്നിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫയേഴ്സിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഓക്കെ, അഗ്നിയുടെ വിവിധ രൂപങ്ങളെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. അപ്പോൾ ഈ അഗ്നിയുടെ ആകൃതി, അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പം, അതിൻ്റെ വ്യാപന രീതി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അഗ്നിയെ 5 തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തതാണ് എന്ത്, പൂൾ ഫയർ എന്ന് പറയുന്നത്. പൂൾ ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്, തിരശ്ചീനമായിട്ടുള്ള ഒരു ഇന്ധന ശേഖരത്തിന് മുകളിൽ സംജാതമാകുന്ന ബാഷ്പം എന്താണ്, ഓക്സിജനുമായി ചേർന്ന് ഒന്നാകെ ജ്വലനത്തിന് വിധേയമാകുന്നതിനെയാണ് എന്താ പറയുന്നത്, പൂൾ ഫയർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തതാണ് എന്ത്, ജെറ്റ് ഫയർ. ജെറ്റ് ഫയർ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള ഒരേ ദിശയിലേക്കോ വ്യത്യസ്ത ദിശകളിലേക്കോ ഒരു ഉറവിടത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഒരു പൈപ്പ് ലൈനിൽ നിന്നോ ശക്തിയായി പുറത്തേക്ക് പ്രവാഹിക്കുന്ന ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ ഉള്ള ഇന്ധന ജ്വലനത്തെയാണ് എന്ത് പറയുന്നത്, ജെറ്റ് ഫയർ എന്ന് പറയുന്നത്. സോ ഈ ഇന്ധനം പുറത്തു വരുന്നതിൻ്റെ ആക്കം, ദിശ, നിരക്ക്, വായുവിൻ്റെ ലഭ്യത എന്നിവയെ അനുസരിച്ചിട്ടായിരിക്കും എന്ത്, ജെറ്റ് ഫയറിൻ്റെ സ്വഭാവവും മാറുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് എന്ത്, ഫ്ലാഷ് ഫയർ എന്ന് പറയുന്നത്. ഫ്ലാഷ് ഫയർ എന്ന് പറഞ്ഞാൽ കത്താൻ പര്യാപ്തമായിട്ടുള്ള ഒരു ഇന്ധന ബാഷ്പമോ അതിൻ്റെ പൊടിയോ അതിൻ്റെ ദ്രാവക ഇന്ധനങ്ങളുടെ സൂക്ഷ്മ കണികകളെ ആവശ്യമായത്ര വായുവിൻ്റെ സാന്നിധ്യത്തിൽ പെട്ടെന്നും ശക്തിയായും തീവ്രമായും കത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫ്ലാഷ് ഫയർ എന്ന് പറയുന്നത്. ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ അല്ലേ, പെട്ടെന്ന് ശക്തിയായിട്ട് കത്തുന്നൊരു ഇതാണ് എന്നുള്ളത്. സോ അതുതന്നെയാണ് ഫ്ലാഷ് ഫയർ എന്നുള്ളതിൻ്റെ കൊണ്ട് അർത്ഥാക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, നാലാമത്തതാണ് ഇത്, ഫയർ ബോൾസ് എന്ന് പറയുന്നത്. ഫയർ ബോൾസ് എന്ന് പറഞ്ഞാൽ ഇന്ധന ബാഷ്പവും വായുവും കൂടി കലർന്ന് എന്ത് ചെയ്യാണ്, മിശ്രിതം ഗോളാകൃതിയിൽ ഒന്നിച്ച് കത്തുന്നതിനെയാണ് പറയുന്നതാണ് ഏത്, ഫയർ ബോൾ എന്നുള്ളത്. നമ്മുടെ ഹിരോഷിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു ബോൾ പോലെയാണല്ലോ ആ ഒരു ഫയറൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് ഈ ഫയർ ബോളിൻ്റെ എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ നോക്കാനുള്ളത് ബ്ലീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ്. ബ്ലീവ് എന്ന് പറഞ്ഞാൽ BLEVE, അതിൻ്റെ എക്സ്പാൻഷനാണ് ഇത്, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്നുള്ളത്. ഓക്കെ, സോ ഇത് സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ഫയർ ബോൾസ് സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അഞ്ചാമത്തേതാണ് ഇത്, ഫ്ലെയിംസ് എന്ന് പറയുന്നത്. ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതാണ്ട് മുഴുവൻ ജ്വലന പ്രക്രിയകളും സംഭവിക്കുന്നത് എങ്ങനെയാണ്, ബാഷ്പാവസ്ഥയിലാണ്. സോ ഈ ഇന്ധന ബാഷ്പവും വായുവും ചേർന്ന് മിശ്രിതം ജ്വലന പരിധിക്കുള്ളിലാകുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, ജ്വലനം സംഭവിക്കുന്നത്. ഓക്കെ, ഒരു മെഴുകുതിരി കത്തുന്ന രാസപ്രവർത്തനത്തിൽ അതിൻ്റെ മെഴുകിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ എന്താണ്, അതിൻ്റെ കാർബൺ ആറ്റങ്ങൾ ചുട്ടുപഴുത്ത് തിളങ്ങുകയും അതിൻ്റെ ജ്വാലയിൽ നിന്ന് ചൂട് എന്ത് ചെയ്യാണ്, വികിരണം ചെയ്യുകയും ചെയ്യുകയാണ്. ഓക്കെ, സോ ഇന്ധന ബാഷ്പത്തിൻ്റെയും വായുവിൻ്റെയും ജ്വലനത്തിനനുസരിച്ചുള്ള ജ്വാലയുടെ സ്ഥാനവും ചെറിയ തോതിൽ എന്ത് ചെയ്യും, മാറിക്കൊണ്ട് ഇരിക്കുന്നു. ഓക്കെ, സോ ഈ ഇന്ധന ബാഷ്പവും വായുവും തമ്മിൽ കലരുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, ഡിഫ്യൂഷൻ എന്ന്.
ഓക്കെ. സോ ഈ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ധന ബാഷ്പവും വായുവും തമ്മിൽ കലരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ ഉന്നത ഊഷ്മാവിൽ മാത്രമാണ് ഈ ഡിഫ്യൂഷൻ എന്ത് ചെയ്യുക? വളരെ വേഗത്തിൽ നടക്കുക. ഓക്കെ. സോ അടുത്ത ഡിഫ്യൂഷൻ ഫ്ലെയിം എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ. സോ ഈ ഡിഫ്യൂഷൻ മുഖേന എന്ത് ചെയ്യും? ഇന്ധന ബാഷ്പവും വായുവും കലർന്ന് ഒരു ജ്വലനം സംഭവിക്കും. ആ ജ്വലനത്തിനെയാണ് എന്ത് പറയുന്നത്? ഡിഫ്യൂഷൻ ഫ്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ഡിഫ്യൂഷൻ്റെ നിരക്ക് അതുപോലെ തന്നെ ജ്വാലയുടെ വലിപ്പത്തെയും അതിൻ്റെ ജ്വലന നിരക്കിനെയും എന്ത് ചെയ്യും? സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ അഞ്ച് ടൈപ്പ് ഓഫ് ഫയേഴ്സിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? പൂൾ ഫയർ, ജെറ്റ് ഫയർ, ഫ്ലാഷ് ഫയർ, ഫയർ ബോൾസ്, ഫ്ലെയിംസ്. ഓക്കെ. ഇനി ലാസ്റ്റ് ഈ ടോപ്പിക്കിൽ വരുന്നത് നമുക്ക് തീയുടെ അഥവാ ജ്വലനത്തിൻ്റെ സവിശേഷതകളാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫയർ ആണ് വരുന്നത്. ഓക്കെ. അതിൻ്റെ ഒരു കോഡാണ് FHD² എന്നുള്ളൊരു കോഡ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. FHD². FHD² എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ്, എച്ച് ഹോട്ട്, ഡി ഡാർക്ക്, D² ഒരു ഡിയും കൂടെ ഉണ്ടല്ലോ, ഡി എന്ന് പറഞ്ഞാൽ ഡെഡ്ലി. ഓക്കെ. ഫസ്റ്റുമാണ് ഫയർ ഈസ് ഫാസ്റ്റ്. ഫയർ ഈസ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ എന്ത് ചെയ്യും? വൻ നാശമുണ്ടാക്കും അല്ലേ? ഫാസ്റ്റായിട്ടാണ്. അതാണ് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. രണ്ടാമത്തേതാണ് ഫയർ ഈസ് ഹോട്ട്. ഹോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്വാലയേക്കാൾ ഏറ്റവും കൂടുതൽ അപകടകാരി ആരാണ്? താപമാണ്, അതിൻ്റെ ചൂടാണ് അല്ലേ? ഹോട്ടാണ്. ഓക്കെ. തേർഡ് വൺ ഡാർക്ക്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യാണ്? അതിൻ്റെ കരിയും ചാരവും മാത്രമായിട്ട് അവശേഷിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പെട്ടെന്നത് അവശേഷിക്കും. ഓക്കെ. സോ അതുകൊണ്ടാണ് ഫയർ ഈസ് ഡാർക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഫയർ ഈസ് ഡെഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? സർവനാശകമാണ്. അതിൻ്റെ ഉൽപ്പന്നങ്ങളെല്ലാം ജീവസംഹാരികളാണ്. ഓക്കെ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫയർ ആണ് ഏതൊക്കെ? FHD², ഫാസ്റ്റ്, ഹോട്ട്, ഡാർക്ക്, ഡെഡ്ലി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ടോപ്പിക്കിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയറിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഓക്കെ.